എൻ്റെ സ്കൂളിൽ പഠിച്ചൊരു പയ്യനുണ്ടായിരുന്നു. എൻ്റെ കൂട്ടത്തിലല്ല, എന്നെക്കാളും ജൂനിയറായിട്ട് പഠിച്ചതാണ്. പത്തിലൊക്കെ പത്തിലേ പഠിച്ചിട്ടുള്ളൂ. കാരണം പുള്ളി ഇത്തിരി ബുദ്ധിക്ക് ഇത്തിരി കുറവുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ ഒരാൾ പോരായ്മയുണ്ട്. വീട്ടുകാർ പഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് പുള്ളീനെ. അപ്പോൾ 10 ജയിച്ചാൽ അറിയാൻ മേല. അതിന് പുള്ളി ലോട്ടറി വിളിക്കുകയായിരുന്നു. ദൈവം കാണിച്ചു കൊടുത്ത മാർഗ്ഗമായിരിക്കാം ലോട്ടറി വിൽപ്പന. പാവം കഷ്ടപ്പെടുന്നുണ്ട്, ലോട്ടറി വിറ്റ് അത്യാവശ്യം പുള്ളി ജീവിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിലരൊക്കെ ഇവനെ പറ്റിക്കാൻ നോക്കും. ഇവനെ ലോട്ടറി മേടിച്ചിട്ട് നമ്പറൊക്കെ നോക്കിയിട്ട് അടിച്ചു മാറ്റും. അപ്പോൾ അതിനെ മനസ്സിലാകത്തില്ല. നമ്മൾ പരിചയപ്പെട്ടാൽ നമുക്ക് അവനെ ഇഷ്ടപ്പെടും. കാരണം നമ്മളവനെ ഓർത്ത് വയ്ക്കും. കുറച്ച് കണ്ടാലും ഓടി വരും, സംസാരിക്കും. അങ്ങനെയൊക്കെ ഒരു ആളാണ്. എല്ലാവരും ഇട്ട് ഇവനെ വട്ട് കയറ്റും ഈ പാവത്തിന്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കല്യാണം വീട്ടിൽ വെച്ചൊരു സംഭവം ഉണ്ടായി. ഇവൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡ് കഴിച്ച് കഴിയാൻ വന്നപ്പോൾ എല്ലാവർക്കും ഇവനെ അറിയാമല്ലോ, ഇത്തിരി പോരായ്മ ആളാണെന്ന് അറിയാം. അവിടെയുള്ള ചില ആൾക്കാർ ഇവനെ പറ്റിക്കാൻ നോക്കി. പറ്റിക്കാന്ന് ചെന്ന് വട്ടമിട്ടാൻ നോക്കി. അവർക്കൊരു രസം. അപ്പോൾ ഇവനെ നോക്കി പറഞ്ഞു, നീ അന്ന് ലോട്ടറി പിന്നെ ഞാൻ എടുത്തായിരുന്നു, ഈ ബാക്കി പൈസ തന്നില്ലെന്ന് പറഞ്ഞു. ഇവൻ പെട്ടെന്നൊരു അവൻ്റെ മുഖത്ത് വിഷമം തോന്നി. അയ്യോ ഇല്ലല്ലേ, എത്ര രൂപ തരാനുള്ളതെന്ന് ചോദിച്ചു. നീയൊക്കെ അറിയാൻ പറ്റേ എന്ന് പറഞ്ഞ് ഇവനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ പറഞ്ഞ് ഇല്ല ഞാൻ തന്നിട്ടുണ്ടാവും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ഈ പറഞ്ഞതൊക്കെ. ലാസ്റ്റ് പിന്നെ മുഖമൊക്കെ വാടി തുടങ്ങി. പിന്നെ മുഖത്ത് കരച്ചിലായി തുടങ്ങി. ലാസ്റ്റ് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് പറഞ്ഞു, എന്നെ പലരും പറ്റിക്കാറുണ്ട്, ഞാൻ പൊട്ടനാണ്, അതുകൊണ്ടാണ്. പക്ഷെ ഞാനാരും പറ്റിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് ആ പൈസ കൊടുത്ത് താൻ പോയി കളഞ്ഞു. ശരിക്കും അങ്ങനെ ഒരു പൈസ കണക്കില്ലായിരുന്നു. ഇവരിലൊക്കെ രസം അവനെ പറ്റിക്കാൻ. പക്ഷെ അവൻ്റെ മനസ്സ് എന്തൊരു വേദനിച്ചാണ്. ആലോചിച്ച് നോക്കിയേ, ജീവിതത്തിൽ അവൻ്റെ പോരായ്മ മാറ്റിക്കൊണ്ട് അവൻ ജീവിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവനെ സഹായിക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ അവനെ തകർക്കുകയല്ല നോക്കേണ്ടത്.